നമ്മുടെ ഈ ഫൗണ്ടേഷൻ ഇവിടെ തുടങ്ങിയേക്കുന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് എനിക്കതിന് സമയം തരണമെന്ന് അപേക്ഷിക്കുന്നു ഗസ്റ്റുകളോട്. അപ്പോൾ അതൊന്ന് എഴുതിയാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഞാനത് വായിക്കാം. നമ്മുടെ ഈ കളമശ്ശേരി പള്ളിലാങ്കര പ്രദേശത്ത് കായിക വളർച്ചയ്ക്കും സാമൂഹിക ഉന്നമനത്തിനും വേണ്ടി പള്ളിലാങ്കര ക്രിക്കറ്റ് ക്ലബിലെ മെമ്പേഴ്സ് ചേർന്ന് ഫൗണ്ടേഷൻ രൂപീകരിക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും കായികപരമായ വളർച്ചയ്ക്ക് വേണ്ടി ട്രെയിനിങ് നൽകുക, അതുവഴി ലഹരിക്ക് അടിമപ്പെടാതെ കായിക മേഖലയിലും സേവന മേഖലയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഫൗണ്ടേഷൻ ലക്ഷ്യം വയ്ക്കുന്നത്. നമ്മൾ മനുഷ്യർക്ക് പരസ്പര ബഹുമാനത്തോടെയും സന്തോഷത്തോടെയും ഇടപെടാൻ പറ്റിയ ഒരിടമാണ് കളിസ്ഥലങ്ങൾ. നമ്മുടെ നാട്ടിലെ യുവതലമുറയുടെ കായിക കഴിവുകൾ കണ്ടെത്തി പരിപോഷിപ്പിക്കുകയും അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്ന ആശയം കൂടെ നമ്മൾക്ക് നഷ്ടമാകുന്ന കളിക്കളങ്ങൾ നമുക്ക് നഷ്ടമാകുന്ന ജീവിതങ്ങൾ കൂടെയാണ്. പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ കളിക്കളങ്ങൾ വളരെ അനിവാര്യമാണ്. ഇന്നത്തെ കാലത്ത് ലഹരിക്ക് അടിമപ്പെട്ട് നശിച്ചു പോകുന്ന ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് യുവതലമുറകൾക്കിടയിൽ ലഹരിക്ക് അടിമപ്പെടുന്ന സംസ്കാരം വാർത്തെടുക്കാൻ കളിക്കളങ്ങൾ ഉപകരിക്കും. കളികളാവട്ടെ നമ്മുടെ ലഹരി. കൗമാരക്കാർക്കും യുവാക്കൾക്കും ഇടയിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും കുറ്റകൃത്യങ്ങളുടെ വർധനവും ഇന്ന് നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ ഏറ്റവും വലിയ ഉത്കണ്ഠകളിൽ ഒന്നാണ്. ഇത് മാത്രമല്ല, മൊബൈൽ ഫോണുകളിൽ നിന്നും തലപൊക്കാതെ യാതൊരു സാമൂഹിക ബോധവും ഇല്ലാതെ വളർന്നു വരുന്ന ഒരു വിഭാഗം യുവതലമുറയെ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. വ്യക്തിപരവും സാമൂഹികപരവുമായ ആരോഗ്യത്തെ തൃണവൽക്കരിച്ചുകൊണ്ടുള്ള ഇവരുടെ ഈ പോക്ക് തടയാൻ വ്യക്തി ശരീരവും സാമൂഹിക ശരീരവും എത്ര വേണ്ടപ്പെട്ടതാണെന്നുള്ള അവബോധം അവരിൽ സൃഷ്ടിക്കേണ്ടതുണ്ട്. മാത്രമല്ല, മൊബൈൽ ഫോണിൽ തലകുമ്പിട്ടിരിക്കുന്ന പുതിയ തലമുറയെ വെറും പ്രസംഗങ്ങളിലൂടെ മാത്രം ഒരിക്കലും ബോധവൽക്കരിക്കാൻ കഴിയില്ല. അവരെ ബോറടിപ്പിക്കാതെ തന്നെ സാമൂഹ്യവൽക്കരിക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും നല്ല മാർഗമാണ് കലയും കളിയും. നമ്മുടെ ഈ കൂട്ടായ്മ ഉയർന്നു വരാൻ കളിയിടങ്ങളും പൊതുയിടങ്ങളും വേണം. ഫൗണ്ടേഷൻ നമ്മുടെ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് നല്ലൊരു കായിക വിദ്യാഭ്യാസം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. നല്ല കായിക അധ്യാപകരെ നിയമിച്ച ഭാവിയിലേക്ക് ആരോഗ്യ നിക്ഷേപത്തിന് മുതൽക്കൂട്ടാവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന പ്രധാന കായിക ഇനങ്ങളിൽ ഒന്നായ ഫുട്ബോൾ, നമ്മൾ ഇന്ത്യയുടെ അവസ്ഥ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. പാശ്ചാത്യ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് നല്ല ആരോഗ്യ സംസ്കാരമാണ്. കായിക വിദ്യാഭ്യാസം മാനസിക ശാരീരിക ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും. അതിലൂടെ വരും തലമുറയെ മാറ്റിയെടുക്കാൻ നമ്മൾക്ക് കഴിയും. അതുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് പ്രഥമ സ്ഥാനം കായിക വിനോദത്തിലാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഒരു പ്രദേശത്ത് എത്ര ആശുപത്രികൾ ഉണ്ട് എന്നതല്ല ആരോഗ്യത്തിന്റെ മാനദണ്ഡം, മറിച്ച് കായിക സ്ഥലങ്ങളും കായിക വിനോദങ്ങളുമാണ് അതിന്റെ അടിസ്ഥാനം. ആശുപത്രിയുടെ നിർമ്മാണത്തെക്കാൾ കളിസ്ഥലങ്ങളുടെ നിർമ്മാണത്തിനാണ് നാം പ്രാധാന്യം നൽകേണ്ടത്. രോഗപ്രതിരോധത്തിന് ഏറ്റവും നല്ല മരുന്ന് ചിട്ടയായ ശാരീരിക വ്യായാമങ്ങളും കായിക അധ്വാനം ആവശ്യമുള്ള കളികളുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വാർഡ് തലങ്ങളിൽ കളിസ്ഥലങ്ങൾ കണ്ടെത്തുന്നതും നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും നമ്മുടെ ഫൗണ്ടേഷന്റെ മുഖ്യ അജണ്ടയാണ്. ജീവിതത്തിലെ ചെറിയ തിരിച്ചടികൾ പോലും താങ്ങാനാവാതെ മനസ്സും ശരീരവും ദുർബലപ്പെട്ട് ഡിജിറ്റൽ ഗെയിമിലേക്ക് പോകുന്ന കുട്ടികളെ കളിക്കളത്തിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും എത്തിക്കുക. അവിടെ അവർ തോൽവിയും ജയവും അനുഭവിച്ചു വളരട്ടെ. അവർ വിജയങ്ങളെ ആസ്വദിക്കാനും പരാജയങ്ങളിൽ തളർന്നു പോകാതിരിക്കാനുള്ള കഴിവ് സമൂഹങ്ങളിൽ നിന്നാണ് ലഭിക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത് വലിയ വലിയ സ്റ്റേഡിയങ്ങളുണ്ട്, ഗ്രൗണ്ടുകളുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമായില്ല. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ കായിക പരിശീലനത്തിനും കായിക വിനോദത്തിനും വേണ്ടി നമ്മുടെ നാട്ടിൽ തന്നെ കളിസ്ഥലങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. വളരെ അത്യാവശ്യമാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനപ്രതിനിധികൾ അധികാരം ഏറ്റെടുക്കുന്ന ഈ സാഹചര്യത്തിൽ കളിയിടങ്ങളെയും മറ്റു പൊതുയിടങ്ങളെയും അതിയായി സ്നേഹിക്കുന്ന ഒരു സ്പോർട്സ് സംഘടന എന്ന നിലയിൽ എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെയും മുന്നിൽ ഞങ്ങൾ ഒരു ആവശ്യം വെക്കുകയാണ്. കളിയുടെ പൊതുയിട വികസനത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അത് പ്രാവർത്തികമാക്കാനും നമ്മുടെ കൗൺസിലർമാർക്കും നമ്മുടെ സ്പോർട്സ് കൗൺസിൽ അംഗങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും യുവോൺ ഫൗണ്ടേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതാണ്. കായിക രംഗത്ത് ജനകീയ സംരംഭം ഉണ്ടാകുന്നതോടൊപ്പം മുതൽ മുടക്കും അനിവാര്യമാണ്. ചെറിയ പാർക്കുകൾ നിർമ്മിക്കുക എന്നതിലൂടെ അതിനായി നമുക്ക് തുടക്കം കുറിക്കാം. ആ പാർക്കുമായി ബന്ധപ്പെട്ട് ക്രിക്കറ്റ് നെറ്റ്സ്, വോളിബോൾ കോർട്ട്, ബാഡ്മിന്റൺ കോർട്ട്, ചെസ് തുടങ്ങിയ താരതമ്യേന ചെലവ് കുറഞ്ഞ കായിക ഇനങ്ങൾ പരിശീലനം നേടാൻ സാധിക്കും. വോളിബോൾ കോർട്ട് ഉണ്ടെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് അവിടെ കളികൾ കാണാൻ വന്നിരിക്കാം. പ്രഭാത സായാഹ്ന നടത്തത്തിനായി ഉപയോഗിക്കാം. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ
ആയിട്ട് മുതിർന്നവർക്കും ഒരു വാക്കിംഗ് സംസ്കാരം നമുക്ക് നാട്ടിൽ തുടങ്ങി വെക്കാം. ഇതിലൂടെ നമ്മുടെ പ്രദേശങ്ങളിൽ ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുന്നു. ഇതിനൊക്കെ ഒരു 15-20 സെന്റ് ഭൂമി നമുക്ക് മതിയാവും. നമ്മുടെ പരിധിയിൽ വരുന്ന പ്രദേശത്ത് ഒരു സ്പോർട്സ് റവല്യൂഷൻ ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ യുവോൺ ഫൗണ്ടേഷന്റെ മറ്റൊരു പ്രധാന ഉദ്ദേശം. നിശ്ചയദാർഢ്യവും ഉൾക്കാഴ്ചയുമുള്ള ഒരു വൈസ് പ്രസിഡന്റാണ് നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജിത്ത് സാറിനെ പോലെ ഉള്ള അവർകളെല്ലാം. ശ്രീ അഫ്സൽ കുഞ്ഞുമോൻ നമ്മുടെ കേരള ഡിസ്ട്രിക്ട് ടെന്നീസ് ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റാണ്. അദ്ദേഹം ഉടനെ ഇവിടെ എത്തുന്നതാണ്. തുടങ്ങിയവരൊക്കെ സേവനങ്ങൾ നമുക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ ഫൗണ്ടേഷൻ നമ്മുടെ ഈ പ്രദേശത്തെ മുഖച്ഛായ മാറ്റാൻ കഴിയട്ടെ. ഇവിടെയുള്ള വളർന്നു വരുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും വലിയ തോതിലുള്ള ഒരു സാംസ്കാരിക മുന്നേറ്റം ഫൗണ്ടേഷനിലൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം ആവശ്യമാണ്. കളിയിടങ്ങൾ ഒരു പൊതു ഇടമായി മാറി മനുഷ്യർക്ക് ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും സമ്മതിക്കാനും ആശയങ്ങൾ പങ്കുവെക്കാനുമുള്ള പൊതുവായ ഇടങ്ങൾ നമ്മുടെ ഫൗണ്ടേഷൻ വഴി സമൂഹത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ യുവോൺ ഫൗണ്ടേഷൻ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ ഒരു ചെറിയ 400 മീറ്റർ ട്രാക്ക് കുട്ടികൾക്ക് അത്ലറ്റിക്സ് പരിശീലിക്കാൻ ഉപകാരപ്പെടും. ഒരു ഫുട്ബോൾ കോർട്ട്, നീന്തൽ പരിശീലന കേന്ദ്രം, ഒരു പാർക്ക്, പിന്നെ കായിക ഇനങ്ങൾ, പൊതു ഇടങ്ങൾ തുടങ്ങിയ ഫൗണ്ടേഷന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങൾ ഉണ്ടാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇത്തരം സൗകര്യങ്ങൾ സ്വാഭാവികമായും വർദ്ധിക്കുകയും ഈ താല്പര്യം അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനും അത് സംബന്ധിച്ചുള്ള അവബോധത്തിനും വഴിവെക്കും. അതിലൂടെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഈ പ്രദേശങ്ങളിലെ ആരോഗ്യ വിപ്ലവം തന്നെ നടക്കും. ജനങ്ങളുടെ ലഹരിയുടെ ഉപയോഗം പോലുള്ള ദുശ്ശീലങ്ങളിൽ നിന്നും ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അകറ്റി നിർത്തുവാൻ ഇതുപോലുള്ള ഇടങ്ങൾ സഹായിക്കും. സമൂഹത്തിൽ ഗുണകരമായ മാറ്റം സൃഷ്ടിക്കുവാൻ ഈ ആശയം കൊണ്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ജാതി മതങ്ങൾ തമ്മിൽ വേർതിരിച്ചുള്ള കൂട്ടായ്മകൾ സമൂഹത്തിന് വളരെയധികം ദോഷം ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ യുവോൺ ഫൗണ്ടേഷൻ കൊണ്ടുവരിക വഴി കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരേ മനസ്സോടെ കായികത്തിനും ആരോഗ്യത്തിനും പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. വളർന്നു പന്തലിക്കുന്നതിനായി നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ വരുന്ന 5 വർഷ കാലയളവിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഒരു സമ്പൂർണ്ണ കളിക്കളം പദ്ധതി നടപ്പാക്കാൻ ഈ ആശയം മുന്നോട്ട് വെക്കുന്നതിനോടൊപ്പം അതിനുവേണ്ടി യുവോൺ ഫൗണ്ടേഷന്റെ പരിധിയിൽ നിന്നുകൊണ്ട് എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവുമെന്ന് സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഉറപ്പു നൽകുന്നു. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ സക്കീർ, നമ്മളെ PCC എന്ന ക്രിക്കറ്റ് ക്ലബ്ബാണ് ഈ ഫൗണ്ടേഷൻ രൂപീകരിച്ചത്. സക്കീർ ശ്രീ PCC ക്രിക്കറ്റ് ക്ലബിന്റെ പ്രസിഡന്റാണ്. നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്നത് ശ്രീ അനന്ത് സാറാണ്. നമ്മുടെ കളമശ്ശേരിയിലെ SI ആണ് അദ്ദേഹം. ശ്രീ CA സാർ നമ്മളെ വിളിച്ചിരുന്നു. അദ്ദേഹം എത്താമെന്ന് ഏറ്റിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തെ ആർദ്രമായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യുവോൺ ഫൗണ്ടേഷന്റെ ലോഗോ പ്രകാശനം നടത്തുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീ രഞ്ജിത്ത് AR, ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ കൂടാതെ നമ്മുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട 7-8 വാർഡുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിൽ അംഗങ്ങളായ ശ്രീ അനസ് പനേപ്പള്ളി, ശ്രീമതി പ്രസീജ അവർകൾ ഈ വേദിയിലേക്ക് രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ കേരള ടെന്നീസ് ബോൾ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ അഫ്സൽ കുഞ്ഞുമോൻ ഇവിടെ ഇപ്പോൾ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ വേദിയുടെ മുൻനിരയിലിരിക്കുന്ന നമ്മുടെ മുൻ കൗൺസിലർമാർ, മറ്റു വിശിഷ്ടാതികൾ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുതുവത്സരത്തിൽ ഒരു സ്നേഹ സമ്മാനം എന്നൊരു പദ്ധതി വിതരണം ചെയ്യുന്ന MS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ യാസിർ അറഫാദിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം നമ്മുടെ യുവോൺ ഫൗണ്ടേഷന്റെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ്. കൂടാതെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു.